മുംബൈയിലെ കോളേജ് അധ്യാപകന്റെ ഭാര്യയായ മണർകാട് സ്വദേശിനി ഷൈനി ജോമോനാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത്. മുംബൈയിൽ തന്നെയുള്ള സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. 3 ആഴ്ച മുൻപ് തങ്ങളുടെ ഏലപ്പാറയിലുള്ള വസ്തുവിന്റെ ജെനുവിനിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാനായി പീരുമേട് വില്ലേജ് ഓഫീസിലെത്തിയ ഷൈനി എൽഡി ക്ലാർക്കായിരുന്ന ഗോപകുമാറിനെ പരിചയപ്പെട്ടിരുന്നു. അപേക്ഷയിൽ രേഖപ്പെടുത്തിയ തന്റെ ഫോൺ നമ്പർ മനസ്സിലാക്കിയ ഗോപകുമാർ 2 ദിവസത്തിനുള്ളിൽ ഫോണിലേക്ക് വിളിച്ച് ശല്യം തുടങ്ങിയതായി യുവതി പറഞ്ഞു. അപേക്ഷയെക്കുറിച്ചോ തുടർ നടപടികളെക്കുറിച്ചോ സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാതിരുന്ന ഇയാൾ തന്റെ ശരീരത്തെക്കുറിച്ചും ലൈംഗിക ചൊവ്വയുള്ള സംസാരത്തിനുമാണ് താല്പര്യം കാണിക്കുന്നതെന്ന് യുവതി പറയുന്നു. അവർ സംസാരിക്കുന്ന എൻ്റെ ഫാമിലിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, എൻ്റെ ഫിസിക്കലി ഞാൻ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഇതിനെയെല്ലാം പുള്ളിക്ക് തടയാനുള്ള ദൈവികമായ കഴിവുണ്ടെന്നും അതിനുള്ള ശക്തി ദൈവം കൊടുത്തിട്ടുണ്ടെന്നും പരിശുദ്ധാത്മാവിലാണ് പുള്ളി പ്രവർത്തിക്കുന്നതെന്നും അങ്ങനെ സൈക്കോളജിക്കലായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. ശരീരം സിനിമാ നടിമാരെ പോലെയാകാൻ സുഖചികിത്സ ആവശ്യമാണെന്നും വലിയ ചെലവില്ലാതെ താനിത് ചെയ്തു നൽകാമെന്നുമാണ് ഇയാൾ യുവതിക്ക് നൽകുന്ന വാഗ്ദാനം. ഭർത്താവും വീട്ടിലുള്ളവരും ഇതേക്കുറിച്ച് അറിയരുതെന്നും മുന്നറിയിപ്പ് നൽകാറുണ്ട്. 10 വർഷമായി മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ തനിക്ക് അവിടെ നിന്ന് ഒരിക്കലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. സർക്കാർ ഓഫീസുകളിൽ പോലും സ്ത്രീകളുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ നൽകാൻ കഴിയാത്ത അവസ്ഥ പുറത്തു കൊണ്ടുവരാനാണ് ഭർത്താവിൻ്റെ അനുമതിയോടെ ഫോൺ വിളികൾ റെക്കോർഡ് ചെയ്തതെന്നും ഷൈനി പറഞ്ഞു. റിപ്പോർട്ടർ, കോട്ടയം.